അൽത്താഫിലേക്കും അജിചേട്ടൻ ഇതിനകത്ത് ഇതിലെ എല്ലാ കാസ്റ്റിംഗ് ക്രൂ എല്ലാവരും ആശംസകളും. പിന്നെ ഗഞ്ചല്ല നിഞ്ചെന്നായിരുന്നു കേറി പൊളിക്കും വെച്ചാൽ വേറെ ഒന്നും പറയല്ലേ, തകർക്ക്. ഓൾ ദി ബെസ്റ്റ്. പ്ലൂട്ടോ സംഭവിച്ചത് തന്നെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ബ്രീഫായിട്ട് പറയാം. ഞങ്ങൾ നിയാസിനെ ഞാൻ വേറൊരു സിനിമ കോറേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കാറ്. അപ്പോൾ ഞാനൊരു കോറേറ്ററിനെ തപ്പി നടക്കുന്നതിനിടയിൽ വീട് കിട്ടിയ ഒരു പുള്ളിക്കാരനാണ്. അപ്പം ആളുടെ റെസ്യൂമയുടെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ IIT ഡ്രോപ്പ് ഔട്ട് ആണെന്നുള്ളതായിരുന്നു. അപ്പോൾ IIT ഗ്രാജുവേറ്റ് അല്ല, ഡ്രോപ്പ് ഔട്ട്. അത് വെച്ചാണ് പുള്ളി സെല് ചെയ്തോട്ടുള്ളത് റെസ്യൂമ. അതെന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പുള്ളിയുടെ ഒരു വൈബ് ആക്ച്വലി വേറൊരു കഥ പോലെ എൻ്റെ അടുത്ത് വന്നതാണ്. ആ സിനിമ നടന്നില്ല, പകരം ഈ സിനിമ നടന്നു. പക്ഷെ ഞങ്ങൾ വേറൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കാഷ്വലി ഞാൻ ഒരു ഐഡിയ ഷെയർ ചെയ്തു. ഞാനത് ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു. അത് ഒരു 10-15 ദിവസത്തിനുള്ളിൽ അതൊരു പ്രൊജക്റ്റായി മാറി എന്ന് പറയുന്നത് ആണ് ഈ സിനിമ. അത് പക്ഷെ അങ്ങനെ സംഭവിച്ചതല്ല. പറഞ്ഞു വരുമ്പോൾ നമ്മളെ ഒരുപാട് ഇന്റഗ്രിറ്റി ഉള്ള ഒരു ടീമിന്റെ എന്താ പറയാ ഒരു വിഷനാണ് ഈ സിനിമ. ഈ സിനിമയിൽ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല. ഉള്ളതിൽ ഒരുപാട് പേര് ഈ സിനിമയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എനിക്ക് ഏറ്റവും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ ഇന്ന് വരാതിരുന്ന നമ്മുടെ അജുവേട്ടന് അടക്കം ഇതേപോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് ഈ സിനിമയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു. അതേപോലെ പുതിയൊരു സുഹൃത്തിനെയും കൂടെ നമ്മുടെ സിനിമയിലേക്ക് വിളിച്ചു. പുള്ളി ആക്ച്വലി എല്ലാവരും ഒട്ടും എന്താ പറയുക അങ്ങനെ ആലോചിച്ച് ചിന്തിക്കാനൊന്നും സമയമെടുക്കാതെ പെട്ടെന്ന് പ്രൊജക്റ്റിലേക്ക് ഇന്നാവുമായിരുന്നു. അപ്പം ഐ മീൻ ഇറ്റ് ഹാഡ് എ ഗുഡ് വൈബ് ടു ഇറ്റ്. രജിചേട്ടനെ പോലൊരു എന്താ പറയുക എപ്പോഴും ചിന്തിക്കുന്ന, ഇതുവരെ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൂ പ്രൊഡ്യൂസർ നമുക്കുണ്ട്. അപ്പോൾ എന്താ പറയുക രശ്മി ചേച്ചി രജിചേട്ടനും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ ബാക്കി ക്രൂ ക്യാമറ ശ്രീരാജ് ഞാൻ വായിക്കുന്നില്ല, എല്ലാവരും ഇതിലുണ്ട്. സോ ബേസിക്കലി പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു നമ്മളൊരു അനൗൺസ്മെന്റ് ടീസർ അതിന്റെ കാര്യം പറഞ്ഞു. അതായത് ഞങ്ങൾ ഇങ്ങനൊരു പടം ഷൂട്ട് തുടങ്ങുമ്പോൾ ജൂലൈ ആവും. അപ്പോൾ അത് ഇപ്പൊ തന്നെ അതിന്റെ എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കണം, ഒരു കഥ, അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോകണമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ രജിചേട്ടനൊക്കെ കൂടെ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് മീറ്റിംഗ്. അപ്പോൾ രജിചേട്ടൻ പറഞ്ഞു നമുക്ക് എന്നാൽ അനൗൺസ്മെന്റ് ടീസർ ചെയ്താലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമ്മുടെ കൂടെ ഉണ്ട്. ബട്ട് സോറി, അതിന് മുന്നേ പറയേണ്ട 3 പേരുണ്ട്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് JK, അനന്തു ആൻഡ് കിഷോർ. ഇവർ 3 പേരുടെയും നിങ്ങൾ സ്റ്റേജ് കയറിയില്ലായിരുന്നു? ഇതില് അനന്തുവിനെ ഞങ്ങൾ പണ്ട് അടികപ്പേറെ കൂട്ടമണി സിനിമയുടെ വിജയാഘോഷത്തിന്റെ സമയത്ത് അതിന്റെ
മൂവി പ്രൊമോഷൻ എല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു കമ്പനി. അവരിപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സാണ്. അതേപോലെ ഞാനും ഇതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ്ലി ഒക്കെ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഞാനും ചെറിയൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ഥാനത്ത് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ബിക്കോസ് മൈ കമ്മിറ്റ്മെൻറ്റ് ടു ദ മൂവി. ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ആർക്കേഡോയും അശ്വ എന്ന് പറഞ്ഞ 2 മ്യൂസീഷ്യൻസാണ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് അറിയായിരിക്കും. പണിവാളി എന്ന് പറഞ്ഞ ട്രാക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആർക്കേഡോ. അപ്പം ഇതിൻ്റെ ഒരു മ്യൂസിക്കൽ സൂപ്പർവിഷനും നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഇത്രമാത്രം പറയാം. പ്ലൂട്ടോ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഒരു തിരസ്കരിക്കപ്പെട്ട ഗ്രഹമാണല്ലോ. അപ്പം അങ്ങനെ തിരസ്കരിക്കപ്പെട്ടവരുടെ ഒരു കഥയാണ്. പക്ഷെ അവരെങ്ങനെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ. അത്ര അതിൽ കൂടുതൽ ഞാൻ അല്ല എന്നാ കൊടുക്കോ മൈക്ക് കൊടുക്കും. തീരെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല വേദികളിലും കാണാത്തത്. പറഞ്ഞൊക്കെ തന്നെയാണ് എന്റെ സമയം നീരച്ചെടുത്തു. ആശ്വസിച്ചിരിക്കുകയായിരുന്നല്ലേ സമയം എടുത്തു. എന്നോട് കയറുമ്പോഴേ പറഞ്ഞ് എനിക്കും കൂടെ സംസാരിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഐ എം സോ ഹാപ്പി ദാറ്റ് ഫൈനലി വി ആർ വർക്കിംഗ് ടുഗദർ. അടുത്ത പടത്തിൽ എന്നെ നായകനാക്കുമല്ലോ അല്ലേ. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കാണുന്ന നമ്മുടെ ദിനേശ് ചേട്ടനുണ്ട്, നമ്മുടെ ജോർജ് കോരി ഇരിപ്പുണ്ട്, പിന്നെ വേണുജി, നീതേജി, ഷംസു. ഞങ്ങളുടെ 1983 പ്രൊഡ്യൂസറായിരുന്നു ഷംസു. എൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മൂവീസ്. അപ്പം എൻ്റെ വൈഫും എൻ്റെ അനിയനും ഇവിടെ ഇരിപ്പുണ്ട്. ദീപ്തി നവനീതോടെ പോയി. ഓക്കെ, അത്രേ ഉള്ളൂ, ഞാൻ നീട്ടുന്നില്ല. ഒരു ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ആൻഡ് എനിക്ക് തുടങ്ങിയ മുതൽ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബുണ്ട്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ സിനിമയായിട്ട് പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറിന് പ്രത്യേകിച്ച് എനിക്കൊന്ന് എടുത്ത് പറയാനുണ്ട്. ആദിത്യൻ ചന്ദ്രശേഖർ. ആദിത്യൻ്റെ ഫസ്റ്റ് പടം എങ്കിലും ചന്ദ്രികയിൽ ഞാനൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളുകളാണ്. ഞങ്ങൾ വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തള്ളിപ്പോയി. അപ്പോൾ ഈ പ്രോജക്റ്റിൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വളരെ എന്താ പറയുക അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു പൊസിഷനിലേക്ക് ആദ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ആദ്യയുടെ വലിയൊരു പടം മൾട്ടിവേഴ്സ് മന്മഥൻ വരാനിരിക്കെ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നമ്മുടെ ടീമിൻ്റെ കൂടെ നിന്ന് ആദിക്കും ഒരു ബിഗ് താങ്ക്സ്. സപ്പോർട്ടാണ്, എല്ലാത്തിനും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ എല്ലാം പറയും ഒന്നും പേടിക്കണ്ട, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. ധൈര്യം. ഇനി നമുക്ക് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റട്ടെ. That's all. Okay. Thank you, producers.